സിറ്റ്സ് ഹോം ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള പ്രോപ്പർട്ടിയാണ്. ആകെ ഇനി ഈ 6ാമത്തെ പ്രോപ്പർട്ടിയും കൂടെയാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വെച്ചിട്ട് പിന്നെ നമ്മൾ +1 പഠിച്ച കുറച്ച് ഐഡൻറ്റിറ്റീസും അതും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ +1 പഠിച്ച ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സമ്മറി എടുത്തിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള ഐഡൻറ്റിറ്റീസ് അത് ഫുൾ ഒന്നും കൂടെ ഒന്ന് വായിച്ച് പഠിച്ച് വയ്ക്കാം. അതും ഇതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത പ്രോപ്പർട്ടി എന്താണ്? 2 tan inverse x = sin inverse 2x/1 + x². ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 2 tan inverse x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 tan inverse x എന്ന് പറഞ്ഞാൽ sin inverse 2x/1 + x². അതിൻ്റെ പ്രൂഫ് നമ്മൾ നോക്കും. അടുത്തന്നെ എന്താണ്? 2 tan inverse x-നെ തന്നെ നമുക്ക് കോസിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതാം? cos inverse 1 - x²/1 + x² എന്ന് എഴുതാം. ഓക്കെ, അടുത്ത് 2 tan inverse x-നെ തന്നെ ടാനിൻ്റെ തന്നെ ടേംസിൽ എഴുതുന്നത് എങ്ങനെയാണ്? tan inverse 2x/1 - x². ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം സൈനിൻ്റെ ടേംസിൽ എങ്ങനെയാണ് ഈ 2 tan inverse x എഴുതിയതെന്ന് നോക്കാം. പ്രൂഫ് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നോക്കി വെച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് y = ഒരു മിനിറ്റ്, x = tan y എന്ന് എഴുതാം. x = tan y ആണെന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, x = tan y. ഓക്കെ, എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? tan ഇൻവേഴ്സിന് എങ്ങനെ എഴുതാം? അതായത് ടാനിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്താവും? tan ഇൻവേഴ്സ് x എന്ന് പറയുന്നത് എന്താകും? y ആകും. tan ഇൻവേഴ്സ് x എന്ന് പറയുന്നത് എന്താകും? y ആകും. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് നോക്കി വയ്ക്കാം. ഇനി നമുക്ക് തുടങ്ങാം. sin ഇൻവേഴ്സ് 2x/1 + x². നമുക്ക് ഇവിടെ നിന്നും അങ്ങോട്ട് പ്രൂവ് ചെയ്യാം. അതായത് sin ഇൻവേഴ്സ് 2x/1 + x² എന്ന് പറയുന്നത് 2 tan ഇൻവേഴ്സ് x ആണെന്ന് അങ്ങോട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പ്രൂഫിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? അതായത് ഒന്നെങ്കിൽ LHS എടുത്തിട്ട് RHSന് അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ RHS എടുത്തിട്ട് LHSലോട്ട് പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം RHS എടുക്കാം. RHS ആണ് ഈ sin ഇൻവേഴ്സ് 2x/1 + x². നമ്മൾ x എന്താണെന്ന് എടുത്തു? tan y ആണെന്ന് എടുത്തു അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാമല്ലോ. ആ എക്സിൻ്റെ സ്ഥാനത്ത് tan y ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താകും? sin ഇൻവേഴ്സ് 2 tan y. എക്സിൻ്റെ സ്ഥാനത്ത് എന്താവും? tan y ആവും. tan y / 1 + tan² y ആകും. ആണല്ലോ, 1 + tan² y ആവും. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊരു സംഭവം? 2 tan y/1 + tan² y. അതെ, ഇതെന്ന് പറയുന്നത് sin 2θയുടെ ഒരു ഫോമാണ്. sin 2θ നമുക്ക് 2 sin θ cos θ എന്ന് എഴുതാം. അതുപോലെ തന്നെ 2 tan θ/1 + tan² θ എന്ന് എഴുതാം. ഇത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. +1 ഐഡൻറ്റിറ്റിയും കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ sin 2θയുടെ വേറൊരു ഫോമാണ് ഇത്. അപ്പോൾ sin 2yയുടെ വേറെ ഫോമായിരിക്കും എന്ത് ഇതെന്ന് പറയുന്നത്? 2 tan y/1 + tan² y. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമുക്ക് എന്തെന്ന് എഴുതാം? ഇതെന്താവും? അപ്പോൾ sin ഇൻവേഴ്സ് എന്താവും? 2 tan y/1 + tan² y എന്താകും? sin 2y ആവും. ആണല്ലോ, sin 2y. ഇവിടെയുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. സൈൻ ഇൻവേഴ്സ് അതേ സാധനം, സൈൻ ഇൻവേഴ്സ് സൈൻ അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് കോസ് എന്തെങ്കിലും ഒരു ആംഗിൾ, അടുത്ത് ടാൻ ഇൻവേഴ്സ് ടാൻ ഏതെങ്കിലും ഒരു ആംഗിൾ, അങ്ങനെ വരികയാണെങ്കിൽ എന്ത് തന്നെ ആയിരിക്കും എന്നറിയാവോ? ആ ആംഗിൾ തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താവും? 2y ആവും. ആ സാധനം ഇൻവേഴ്സ് ഇൻറ്റു അതേ സാധനം, അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്താണോ അതായിരിക്കും അതിൻ്റെ ആൻസർ. കാണാതെ പഠിച്ച് വയ്ക്കുക. ഓക്കെ, 2y ആയിരിക്കും. ഇവിടെ y എത്രയാണെന്നാണ് നമ്മൾ ആദ്യമേ എടുത്തത്? y എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് x ആണ്. അപ്പോൾ എന്താവും? 2 tan ഇൻവേഴ്സ്
എക്സ്. പ്രൂവായല്ലോ. LHS എടുത്തു, RHSലേക്ക് നമ്മളെത്തി. ഓക്കെ ആണല്ലോ. ഇതാണ് പ്രൂഫ്. ഇതുപോലെ ആയിരിക്കും കോസിൻ്റെ കാര്യത്തിലും ചെയ്യുന്നത്. ഓക്കെ കോസിൻ്റെ കാര്യത്തിൽ നമ്മൾ RHS ഇങ്ങോട്ട് എടുത്തു. എക്സ് എന്ന് പറയുന്നത് tan y ആയിട്ടെടുത്തു. അപ്പോൾ ഇതെന്താ 1 - tan square y / 1 + tan square y ആകും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. 1 - tan square y / 1 + tan square y എന്ന് പറയുന്നത് cos 2y വേറൊരു ഫോമാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതും? cos 2y എഴുതും. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഇൻവേഴ്സ് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഇൻവേഴ്സ് ഓഫ് അതേ സാധനം, പക്ഷേ അതിനൊരു ആംഗിളും ഉണ്ട് എങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താവും? അതിൻ്റെ ഫുൾ ആൻസർ എന്ന് പറയുന്നത് എന്താവും? 2y ആവും. 2y എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏത് ആംഗിളാണോ എഴുതിയിരിക്കുന്നത് അതാവും. ഇവിടെ എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ എക്സ് ആവും. മനസ്സിലായോ? അങ്ങനെ. അപ്പോൾ എന്ത് കിട്ടും? 2 tan inverse x കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൂഫ്. ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിളിലേക്ക് പോവാം. എന്താണ്? സൈൻ ഇൻവേഴ്സ് 2x √1 - x² എന്ന് പറയുന്നത് 2 sin inverse x ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? 2 sin inverse x ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നോ, ഇവിടെ എന്ത് തന്നേക്കുന്നത്? സൈൻ ഇൻവേഴ്സ് 2x √1 - x² എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? 2 sin inverse x ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും ആദ്യം നോക്കേണ്ടത് RHS നോക്കുക. ആ RHSലോട്ട് നോക്കുമ്പോൾ അത് സൈനിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. ആണല്ലോ, സൈനിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. ഓക്കെ, സൈനിൻ്റെ ടേംസിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാത്ത എക്സിൻ്റെ വാല്യൂ ആണ്. ആ എക്സിൻ്റെ വാല്യൂ സൈൻ തീറ്റയായിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ, അപ്പോൾ x = സൈൻ തീറ്റയായിട്ട് നമുക്ക് എടുക്കാം. x = സൈൻ തീറ്റ ആണല്ലോ. എങ്കിൽ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? തീറ്റ എന്ന് പറയുന്നത് എന്താകും? സൈൻ ഇൻവേഴ്സ് x ആകും. ആണല്ലോ, തീറ്റ എന്ന് പറയുന്നത് എന്താകും? സൈൻ ഇൻവേഴ്സ് x ആകും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കാം? സൈൻ തീറ്റ ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താകും? സൈൻ ഇൻവേഴ്സ് 2 എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ √1 - സൈൻ സ്ക്വയർ തീറ്റയാവും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇത് ഇത്രയും ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. 2 സൈൻ തീറ്റ അതുപോലെ തന്നെ താഴോട്ട് എഴുതുക. 2 സൈൻ തീറ്റ ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലുള്ളതാണ്. എന്താണ്? √1 - സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ്. കാരണം ഇതേ നോക്കിയേ, നമ്മൾ അതിലോട്ട് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ + കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ആണല്ലോ, എങ്കിൽ എന്തെഴുതാം? കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്തെഴുതാം? 1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. ആണല്ലോ, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെഴുതാൻ പറ്റും? കോസ് തീറ്റ ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ? √1 - സൈൻ സ്ക്വയർ തീറ്റയാകും. ആണല്ലോ, അപ്പോൾ √1 - സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റയാണ്. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ √1 - സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എന്തെഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. കോസ് തീറ്റ. അപ്പോൾ ഇത് ഇത്രയും എന്തായി? കോസ് തീറ്റയായി. ആണല്ലോ, ബാക്കിയുള്ള ആളെടുത്ത് എഴുതണമല്ലോ. ഇവിടെ സൈൻ ഇൻവേഴ്സും ഉണ്ട്. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. ആണല്ലോ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ്. സൈൻ 2 തീറ്റയാണ്. ആണല്ലോ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 തീറ്റ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് അറിയാണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ +1 ആ സമ്മറിയെങ്കിലും എടുത്തൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 തീറ്റയാണ്. സൈൻ 2 തീറ്റ. ഞാൻ പറഞ്ഞായിരുന്നു ഏതെങ്കിലും സാധനത്തിന് ഇൻവേഴ്സ് ഓഫ് അതേ സാധനം എങ്കിൽ
ആ ആംഗിൾ ആയിരിക്കും അതിൻ്റെ ആൻസർ. അതിൻ്റെ ആൻസർ എന്താകും? അതിൻ്റെ ആൻസർ എന്താകും? 2 തീറ്റ ആയിരിക്കും. ആണല്ലോ. അപ്പോൾ 2 തീറ്റ. തീറ്റ എത്രയെന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? നേരത്തെ പറഞ്ഞത് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ആവും. അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? പ്രൂവ് ചെയ്തു അല്ലേ? അതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. നോക്കിയേ, ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ? 2 കോസ് ഇൻവേഴ്സ് എക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. മേളിലത്തെ അതേ സ്റ്റെപ്പായിരിക്കും. അതായത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? ഇതേ സ്റ്റെപ്പാണ്, ഈ ചെയ്ത അതേ സ്റ്റെപ്പാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ആർച്ചസ് നോക്കാം. ആർച്ചസ് നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുക? കോസ് ആണല്ലേ കാണുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിന് കോസ് തീറ്റ എന്നുള്ള വാല്യൂ കൊടുക്കുക. എക്സ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് എടുക്കുക. ഇവിടെ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റയാണ് എടുത്തത്, കാരണം RHSൽ സൈനാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാറി. 2 കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എക്സിന് കോസ് തീറ്റ എന്ന് ഇട്ട് കൊടുക്കുക. എക്സിന് എന്തിട്ട് കൊടുക്കുക? കോസ് തീറ്റ എന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കിട്ടും, ഉറപ്പാണ്. അതൊന്ന് ചെയ്ത് നോക്കുക, അത് ഹോംവർക്കായിട്ട്. അതിലെന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ടാൻ ഇൻവേഴ്സ് ഹാഫ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 3/4 ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇതാണ് പറഞ്ഞേക്കുന്നത്. ആണല്ലോ. നമുക്കെങ്ങനെ ചെയ്ത് കൊടുക്കാം? LHS ഇങ്ങോട്ട് എടുക്കാം. ഇതാണ് LHS. ഏത് വേണം എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം LHS ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അതായിരിക്കും ഈസി. അപ്പോൾ LHS എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക? ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്, അതെങ്ങനെ വന്നു എന്ന് പറഞ്ഞുതരാം. ടാൻ ഇൻവേഴ്സ് LHS എടുക്കുമ്പോൾ എന്താണ്? ടാൻ ഇൻവേഴ്സ് എന്താണ് എടുക്കുന്നത് അതവിടെ എഴുതണം. LHS ആണ് എടുക്കുന്നതെന്നൊക്കെ എഴുതണം സ്റ്റെപ്പായിട്ട്. ടാൻ ഇൻവേഴ്സ് ഹാഫ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2/11 ആണല്ലോ. ഓക്കെ, നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യമാണ്. അതങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്താവും? ടാൻ ഇൻവേഴ്സ്, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാണ് കിടക്കുന്നത്? ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 - xy ആകും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഹാഫും വൈയുടെ സ്ഥാനത്ത് 2/11 ആണ്. അതങ്ങോട്ട് എഴുതി കൊടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, അപ്പോൾ ഹാഫ് പ്ലസ് വൈ എത്രയാണ്? 2/11 ബൈ 1 മൈനസ് ഹാഫ് ഇൻറ്റു 2/11 ആണല്ലോ. നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഈ 2ഉം ക്യാൻസലാകും. ആണല്ലോ. ഇനി ഫുൾ LCM എടുത്ത് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യാം. LCM എടുക്കുമ്പോൾ എങ്ങനെയാകും നോക്കാം. ഇത് മാത്രം ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയിട്ട് ചെയ്യാം. അപ്പോൾ 1/2 പ്ലസ് 2/11 ഡിവൈഡഡ് ബൈ 1 മൈനസ്, ഇപ്പോൾ 2ഉം 2ഉം പോയി, അവിടെ ഇപ്പോൾ 1/11 ഉള്ളൂ. അവിടെ ഇപ്പോൾ 1/11 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ കണ്ടുപിടിക്കാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം? 2നെ കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 11നെ കൊണ്ട് 1നെ മൾട്ടിപ്ലൈ ചെയ്യുക, എഴുതുക മേളിൽ. അപ്പോൾ എന്താകും? മേളിൽ 11 ആവും, ഇവിടെ 4 ആകും. ഡിവൈഡഡ് ബൈ ഇവർ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ എഴുതുക, അപ്പോൾ 22 ആവും. ആണല്ലോ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങോട്ട് 1 ഉണ്ട്. 11നെ 1ൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 11 കിട്ടും. 11 മൈനസ് 1 ആണല്ലോ. 11 മൈനസ് 1 ബൈ 11 ആവും. ഇവിടെ 1 അല്ലേ ഉള്ളൂ, അപ്പോൾ 1 × 1 1 ആവും. ഇതവരെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ 11. അപ്പോൾ എന്താവും മേളിൽ? ഇത് 3 15 ആകും. 15 ബൈ 22 ആണല്ലോ. ഡിവൈഡഡ് ബൈ 11 മൈനസ് 1 എത്രയാണ്? 10. 10 ബൈ 11 എന്ന് കിട്ടും. ആണല്ലോ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഒരേ സ്ഥാനത്ത് കിടക്കുന്നവർ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ആണല്ലോ. ഈ 15 ഡിവിഷൻ്റെ മേളിലാണ് കിടക്കുന്നത്, 10ഉം ഈ ഡിവിഷൻ്റെ മേളിലാണ് കിടക്കുന്നത്. അവർ തമ്മിൽ നമുക്ക് വെട്ടാൻ പറ്റും. അടുത്ത് ഈ 22 ഈ ഡിവിഷൻ്റെ താഴെയാണ് കിടക്കുന്നത്, 11 ഈ ഡിവിഷൻ്റെ താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ അവരെയും തമ്മിൽ നമുക്ക് വെട്ടാൻ പറ്റും. ഇവിടെ വെട്ടുമ്പോൾ 22ഉം 11ഉം തമ്മിൽ വെട്ടുമ്പോൾ ഇത് 2 ആയി മാറും. അടുത്ത് ഇതെന്തുവാണ്?
15 10 നമുക്ക് വെട്ടിപ്പോകാൻ പറ്റുമല്ലോ. ഞാൻ വേറെ കളർ യൂസ് ചെയ്യാവേ. 15 10 വെട്ടാൻ പറ്റും, ഒരേ സ്ഥാനത്ത് കിടക്കുന്നവരെ വെട്ടാൻ പറ്റും. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 5ൻ്റെ ടേബിളിൽ 3 ടൈംസ് പോവും. 10 ആണെങ്കിലോ 2 ടൈംസ് പോവും ആണല്ലോ. അപ്പോൾ ഇതെന്ത് കിട്ടും? ഓക്കെ, ഇവിടെ താഴെ 2 × 2 ആവും, മേളിൽ 3 ആണ് കിടക്കുന്നത്. അപ്പോൾ എന്താവും? 3/4 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, 3/4 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ട് ചെയ്തതുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ തോന്നുന്നത്. അല്ലാതെ എന്താ ചെയ്യുന്നത്? അല്ലാതെ എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, 15/22 ആണല്ലോ. ഈ 10/11 താഴെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ നേരെ എഴുതുന്നത് എങ്ങനെയാണ്? 10/11ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് എഴുതുക. അപ്പോൾ ഇൻറ്റു 11/10 ആവും. ഇതിങ്ങനെ തിരിച്ചെഴുതുക. അപ്പോൾ 11/10 ആവും. ഇനി മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, ഇനി ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2 മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. 11ഉം 2ഉം 2 ടൈംസ്, ഇതാണെങ്കിൽ 3ഉം ഇത് 5ൻ്റെ ടേബിളിൽ 2 ടൈംസ്. അപ്പോൾ എന്താവും? 3/4 എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ ഇത് ഫുൾ എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? 3/4. ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് 3/4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു tan ഇൻവേഴ്സ് എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി. ഓക്കെ, അതാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനെ അതായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? tan ഇൻവേഴ്സ് 3/4 ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് കോട്ട് ഇൻവേഴ്സ് 1/√x² - 1 എന്ന് പറയുന്നത് അതിൻ്റെ സിംപ്ലസ്റ്റ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമിൽ എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റീസ്, നമ്മൾ കുറച്ച് മുൻപേ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കുറച്ച് ഐഡൻറ്റിറ്റീസ് എല്ലാം മനസ്സിൽ വരണം. അതായത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോട്ട് ഇൻവേഴ്സ് വന്നു, കുറച്ചൊക്കെ ഒന്ന് ഊഹിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പ്രൂഫെല്ലാം അങ്ങനെയാണ്. കുറേ ചെയ്ത് പ്രാക്ടീസ് വന്നാൽ മാത്രമേ ഇത് ഇവിടെ എന്തിട്ടാൽ നമുക്കത് കിട്ടും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എങ്ങനെ എഴുതാമെന്നറിയാവൂ? ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ കോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇൻവേഴ്സ്, ആ സാധനം പിന്നെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിൾ ആയിരിക്കും അതിൻ്റെ ആൻസർ. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത്, പെട്ടെന്ന് ക്ലിക്കാവുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനമില്ലേ, അതായത് ഈ ആംഗിൾ, ഇതിനെ നമുക്ക് എന്താക്കാം? കോട്ട് തീറ്റ എന്നാക്കിയാൽ, അതായത് കോട്ട് ഇൻവേഴ്സ് എന്തായാലും ഓൾറെഡി ഉണ്ട്, ഈ തന്നിരിക്കുന്നതിനെ കോട്ട് തീറ്റ ആക്കിയാൽ ആൻസർ തീറ്റ എന്ന് പറയുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടും. അതെങ്ങനെ നമുക്ക് കോട്ട് തീറ്റയിലോട്ട് കൊണ്ടുവരാമെന്ന് ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ +1 കുറച്ച് ഐഡൻറ്റിറ്റീസും പ്ലസ് നമ്മൾ ഇവിടെ പഠിച്ച ഈ കാര്യവും കൂടെ മിക്സ് ചെയ്താൽ ഓക്കെ ആവും. ഓക്കെ, അപ്പോൾ ഈ ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രമിച്ച് നോക്കാം. ഓക്കെ, അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ? നോക്കിയേ, 1/√x² - 1 ആണല്ലേ. 1/√x² - 1 നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. √1 - cos² എന്ത് കിട്ടി? 1 - sin² എന്ത് കിട്ടി? cos θ എന്ന് കിട്ടിയല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അതായത് tan² θ പ്ലസ് sec² θ മൈനസ് tan² θ എന്ന് പറയുന്നത് എന്താണ്? 1 ആണല്ലേ. ആണ്. ഓക്കെ, അപ്പോൾ tan² θ എങ്ങനെ എഴുതാം? അതിന് നമുക്ക് പോസിറ്റീവ് ആക്കണം. അതിനെന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. 1നെ ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. അപ്പോൾ എന്താകും? sec² θ മൈനസ് 1 പ്ലസ് 1 ഇപ്പുറത്ത് വരുമ്പോൾ -1 ആവും. മൈനസ് tan² അപ്പുറത്ത് പോകുമ്പോൾ tan² θ ആവും. ആണല്ലോ, tan² θ എന്ന് കിട്ടും. അപ്പോൾ tan θ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇത് എന്തിനാ പറയുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, tan θ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? √sec² θ - 1 എന്ന് കിട്ടും അല്ലേ. tan θ എന്ന് പറയുന്നത് എന്ത് കിട്ടും? √sec² θ - 1 എന്ന് കിട്ടും. ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നോക്കിയേ, √sec² θ - 1 എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/tan θ എന്ന് കിട്ടും. ആണല്ലോ. അപ്പോൾ ഇതെന്താവും? കോട്ട് തീറ്റ ആകും. ആവുമല്ലോ. നമുക്ക് വേണ്ടത് അവിടെ എന്താണ്? ഈ സാധനത്തിന് നമുക്ക് കോട്ട് തീറ്റ ആക്കണം.
അപ്പോൾ ഇതാണ് ആകെയുള്ളൊരു ഐഡിയ. എന്താണ്, ഈ എക്സിന് നമുക്ക് സീക്കാക്കിയാൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 ആക്കിയാൽ എന്താണ്, ആ ഒരു ഫുൾ ടേമിന് നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നാക്കിയാൽ 1/tan ആവും. 1/tan കോട്ടാവും. അപ്പോൾ ഇവിടെ ഫുൾ കോട്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമുക്കെന്ത് ചെയ്യാം, ഞാൻ നേരത്തെ ഐഡൻറ്റിറ്റി ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് സീക്ക് തീറ്റ ആയിട്ട് എടുക്കാം. ഓക്കെ ആണല്ലോ, എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് തീറ്റ ആയിട്ട് എടുക്കാം. എങ്കിലെന്താ, ഈ ഒരു സാധനം എന്താവും, 1/√, ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം, √ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് എഴുതാമല്ലോ. ഈ ഒരു ഫുൾ ടേം 1/√1 സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തെന്ന് കണ്ടുപിടിച്ചേക്കുന്നത്, ഇപ്പോൾ എന്താണെന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത്, ടാൻ തീറ്റയാണെന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇതെന്താ എഴുതാം, 1/tan തീറ്റയാണെന്ന് എഴുതാം ആണല്ലോ. 1/tan തീറ്റ എന്ന് പറഞ്ഞാൽ എന്താവും, കോട്ട് തീറ്റയാകും അല്ലേ. അപ്പോൾ 1/√(x² - 1) നമുക്കപ്പോൾ എന്ത് എഴുതാൻ പറ്റി, കോട്ട് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ എഴുതാം ക്വസ്റ്റ്യനെ, ഞാൻ ആ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് എഴുതുകയാണ്. കോട്ട് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1/√(x² - 1). 1/√(x² - 1) എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് 1/tan തീറ്റ കിട്ടി, കോട്ട് തീറ്റയായി. അപ്പോൾ എന്താ, കോട്ട് തീറ്റ എന്ന് എഴുതാം ആണല്ലോ. കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ തന്നെയായിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താകും, തീറ്റ. തീറ്റ എത്രയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, തീറ്റ നോക്കിയേ, ഇവിടെ നിന്ന് കണ്ടുപിടിക്കാമല്ലോ തീറ്റ. എക്സ് ഈക്വൽ ടു സീക്ക് തീറ്റ. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ, സീക്ക് ഇൻവേഴ്സ് എക്സ് ആകും. തീറ്റ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ് ആകും. അപ്പോൾ എന്ത് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. സിംപ്ലസ്റ്റ് ഫോമിൽ കിട്ടി. കൺഫ്യൂഷൻ വരാനൊന്നുമില്ല. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് എന്താണ്, അതിനെ കോട്ട് തീറ്റ, കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റ ആക്കിയാൽ ആ തീറ്റ എന്ന് പറഞ്ഞ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും. അതായത് √(sec² തീറ്റ മൈനസ് 1) ടാൻ തീറ്റയാണ്. അപ്പോൾ 1/tan തീറ്റ കോട്ട് തീറ്റയായി. അങ്ങനെ കോട്ട് ഇൻവേഴ്സ് കോട്ട് തീറ്റയാക്കി. അങ്ങനെ തീറ്റ നമ്മളിവിടെ ഇപ്പോൾ കണ്ടുപിടിച്ചു, എക്സ് ഈക്വൾ ടു സീക്ക് തീറ്റ എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് ആവും. ഓക്കെ, ഇതൊന്നും കൂടെ നോക്കാം, പിടികിട്ടും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x/1 - x² എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 3x - x³ 1 - 3x. ഒന്നുകിൽ നമുക്ക് LHS എടുത്ത് RHSലോട്ട് എത്താം, അല്ലെങ്കിൽ RHS എടുത്ത് LHSലോട്ട് എത്താം. നമുക്കിവിടെ RHS എടുത്ത് അങ്ങോട്ട് പോകുന്നതായിരിക്കും ഈസി. അതാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെടുക്കാം, RHS എടുക്കാം. ഓക്കെ, RHSൽ എന്താ എഴുതിയിട്ടുള്ളത്, ടാൻ ഇൻവേഴ്സ് 3x - x³ 1/1 - 3x² ആണല്ലോ. ടാൻ ഇൻവേഴ്സ് 3x - x³ 1 - 3x² എന്നാണ് തന്നിട്ടുള്ളത് ആണല്ലോ. നമുക്കിവിടെ എന്താണ് ഇങ്ങോട്ട് വേണ്ടതെല്ലാം എന്താണ്, ടാനിൻ്റെ ടേംസിലാണ് ആണല്ലോ. LHSലെല്ലാം നമുക്ക് ടാനിൻ്റെ ടേംസിലാണ് വേണ്ടത്. എങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ തന്നെ എടുക്കുക. ഈ സൈഡിൽ എന്താ കിടക്കുന്നത്, അതിൻ്റെ തീറ്റ ഫോം എഴുതാം, ടാൻ തീറ്റ. ഓക്കെ, എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. ആവശ്യം വരും, അതിനാണ് ഇത് എഴുതി വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സിൻ്റെ സ്ഥാനത്ത് എല്ലാം ടാൻ തീറ്റ എഴുതി കൊടുക്കാമല്ലോ. കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം നമുക്ക് ടാൻ തീറ്റ എഴുതാം. അപ്പോൾ എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 - 3 ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാമല്ലോ. ഓക്കെ, 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 - 3 ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത്
പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള എല്ലാം അങ്ങനെയാണ്. ഓക്കെ, പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള tan 3θ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ്റെ എന്താണ് ഫോമാണത്. അതായത് ഇത് ഫുൾ എന്താണെന്നാണ് പറയുന്നത്, ജസ്റ്റ് സമ്മറി ഒന്ന് എടുത്ത് നോക്കി അതൊന്ന് എടുത്ത് വെച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, 3 tan θ മൈനസ് tan ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 tan സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് tan 3θ ആണ്. പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതേ അല്ല, പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ tan 3θ എന്ന് എഴുതാം. അപ്പോൾ എന്താ എഴുതാം? tan ഇൻവേഴ്സ് tan 3θ എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്തെഴുതാം? അതെന്താകും? tan ഇൻവേഴ്സ് tan 3θ ആകും, ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഇൻവേഴ്സ് ഓഫ് ദാറ്റ് സാധനം ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആ ആംഗിൾ തന്നെയാണ്, 3θ ആണ്. 3θ തീറ്റ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, tan ഇൻവേഴ്സ് എക്സ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്താകും? tan ഇൻവേഴ്സ് എക്സ് ആകും. 3 tan ഇൻവേഴ്സ് എക്സ് ആകും. 3 tan ഇൻവേഴ്സ് എക്സ് ആകും, ആണല്ലോ. 3 tan ഇൻവേഴ്സ് എക്സ് ആകും. ഈ 3 tan ഇൻവേഴ്സ് എക്സ് അതുവരെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ഇങ്ങോട്ട് വേണ്ടത് ഇതാണല്ലേ. അതായത് അങ്ങനെ 3 tan ഇൻവേഴ്സ് എക്സിൽ അങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്യുക. 3 tan ഇൻവേഴ്സ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 tan ഇൻവേഴ്സ് എക്സിനെ എങ്ങനെ എഴുതാം? tan ഇൻവേഴ്സ് എക്സ്, അതായത് 3നെ സ്പ്ലിറ്റ് ചെയ്ത് 1 + 2 ആക്കുന്നു, അത്രയേ ഉള്ളൂ. tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാമല്ലോ. അല്ല, ഇവിടെ നമ്മൾ അറിയാതെ ഒരു 1 ഉണ്ട്. അപ്പോൾ 1 + 2 എന്താവും? 3 tan ഇൻവേഴ്സ് എക്സ് ആവും തിരിച്ചങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എന്ത് എഴുതി? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതി, ആണല്ലോ. 2 tan ഇൻവേഴ്സ് എക്സ് ഇപ്പോൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അല്ലേ. 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? tan ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ആണെന്ന് ഇപ്പോൾ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എന്താവും? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 tan ഇൻവേഴ്സ് എക്സ് എന്താകും? 2x ബൈ അതെ tan ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാകും. കുറച്ച് നേരത്തെ പഠിച്ച ഐഡൻറ്റിറ്റി പ്രൂവായല്ലോ. നമുക്കതാണ് വേണ്ടിയിരുന്നത്, പ്രൂഫായി. അപ്പോൾ ഇവിടെ RHSഉം LHSഉം ഈക്വലായി. അപ്പോൾ ഇങ്ങനെ എഴുതണം, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായി? LHS. നമ്മൾ RHS എടുത്തു, LHSലേക്ക് എത്തി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസീക്ക് ഇൻവേഴ്സ് എക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയാണത്. എന്താണ്? സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? π/2 90 ആണെന്ന് പഠിച്ചതായിരുന്നു. അല്ലേ? പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഓർമ്മ വരും. അപ്പോൾ എന്താവും? സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി അഥവാ π/2 ആണ്. അപ്പോൾ എന്താവും? കോസ് π/2. കോസ് 90 എത്രയാണ്? 0 ആണ്. 0 ആണ്, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സസൈസിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അതിൽ കുറച്ച് പാടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതുവരെ ഇതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെയും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഐഡൻറ്റിറ്റീസ് പ്ലസ് 1 പഠിച്ച ടെക്നോമെട്രി ഫങ്ഷൻസ് ഫുൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. പ്ലസ് ഇത് പുതുതായിട്ട് ഇതിൽ പഠിച്ച ഐഡൻറ്റിറ്റീസും ഒന്ന് റിവൈസ് ചെയ്ത് എഴുതി പഠിക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.